ഹായ്, ഏവർക്കും +2 മാത്തമാറ്റിക്സ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷം +2 മാത്തമാറ്റിക്സ് തിയറി എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇത്. ഓരോ ചാപ്റ്ററിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തുന്ന ഈ സീരീസിൽ ഓൾറെഡി ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സിലെ ഷുവർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ആ 2 ചാപ്റ്ററിലെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് കീ പോയിന്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ 2 വീഡിയോസും കണ്ട് ആ 2 ചാപ്റ്ററും ഭംഗിയായി പഠിക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ നമ്പർ 3 മെട്രിസസ്. ഈ ചാപ്റ്ററിലെ ഷുവർ ക്വസ്റ്റ്യൻസും അതോടൊപ്പം തന്നെ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ പോയിന്റ്സും പരിചയപ്പെടുത്തുന്നു. ഓൾറെഡി ജസ്റ്റ് പാസ്സാകാൻ വേണ്ടി പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കണ്ട് പഠിക്കുക. ഫുൾ മാർക്ക് അത് നേടണം എന്ന ആഗ്രഹത്തോടു കൂടി പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി +2 റിവിഷൻ ക്ലാസ്സസ് എന്ന പ്ലേലിസ്റ്റിലുള്ള ക്ലാസ്സുകൾ അവർ കണ്ട് പഠിച്ചാൽ മതിയാകും. തീർച്ചയായും ഈ സീരീസിൽ A+ പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് A+ നേടുവാൻ വേണ്ടി ഇമ്പോർട്ടന്റ് ആയി ഓരോ ചാപ്റ്ററിലും അവർ അറിഞ്ഞിരിക്കേണ്ട കീ പോയിന്റ്സും ഷുവർ ക്വസ്റ്റ്യൻസുമാണ് പരിചയപ്പെടുത്തുന്നത്. സോ മെട്രിസസ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ പോയിന്റ്സ്. ഫസ്റ്റ് വൺ, a matrix having m rows and n columns, then its order is m by n. അല്ലെ, ഓർഡർ എഴുതുമ്പോൾ ആദ്യം നമ്പർ ഓഫ് റോസ് എഴുതുക, then നമ്പർ ഓഫ് കോളംസ്. അത് ഒരു ബേസിക് ഐഡിയ ആണ്. നെക്സ്റ്റ്, ഇഫ് മെട്രിക്സ് എ ബി സി ഡി ഈക്വൽ ടു മെട്രിക്സ് എക്സ് വൈ ഇസഡ് ഡബ്ല്യു, then എ ഈക്വൽ ടു എക്സ്, ബി ഈക്വൽ ടു വൈ, സി ഈക്വൽ ടു ഇസഡ്, ഡി ഈക്വൽ ടു ഡബ്ല്യു. 2 മെട്രിസസ് ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സും ഈക്വൽ ആയിരിക്കും. ആ ഐഡിയ യൂസ് ചെയ്ത് കറസ്പോണ്ടിങ് എലമെന്റ്സ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഈ തിയറി യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ്, കീ പോയിന്റ് നമ്പർ 3, ഇഫ് ഓർഡർ ഓഫ് എ ഈക്വൽ ടു m by n, ഓർഡർ ഓഫ് ബി n by p, then ഓർഡർ ഓഫ് എ ബി, എ എന്ന മെട്രിക്സും ബി എന്ന മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് m by p. ആദ്യത്തെ മെട്രിക്സിലെ റോസിന്റെ എണ്ണവും രണ്ടാമത്തെ മെട്രിക്സിലെ കോളത്തിന്റെ എണ്ണവുമായിരിക്കും. m by p is the order of a b. 2 മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ കണ്ടീഷൻ നിങ്ങൾക്കറിയാം. ഒന്നാമത്തെ മെട്രിക്സിലെ കോളത്തിന്റെ എണ്ണവും രണ്ടാമത്തെ മെട്രിക്സിലെ റോസിന്റെ എണ്ണവും ഈക്വൽ ആയിരിക്കണം. 2 matrices are conformable for multiplication if number of columns of first matrix is equal to number of rows of second matrix. ഇനി റിസൾട്ടന്റ് മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആദ്യത്തെ മെട്രിക്സിലെ റോസിന്റെ എണ്ണം ബൈ നെക്സ്റ്റ് രണ്ടാമത്തെ മെട്രിക്സിലെ കോളത്തിന്റെ എണ്ണം. അതാണ് m by p എന്ന് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, എ സ്ക്വയർ മെട്രിക്സ് എ is said to be orthogonal matrix if a into a transpose equal to i. ട്രാൻസ്പോസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒരു മെട്രിക്സിന്റെ റോയും കോളവും പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ഓക്കെ, നെക്സ്റ്റ്, ഫിഫ്ത് വൺ, എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് സെഡ് ടു ബി സിമെട്രിക് മെട്രിക്സ് ഇഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. വെരി വെരി ഇമ്പോർട്ടന്റ്. ഒരു മെട്രിക്സ് സിമെട്രിക് മെട്രിക്സ് എന്ന് പറയണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ആ മെട്രിക്സ് തന്നെ കിട്ടിയാൽ such matrices are called symmetric matrices. And skew symmetric if a transpose equal to -a. ഒരു മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് ആകണമെങ്കിൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്തായിരിക്കണം? -a. മറ്റൊരു കണ്ടീഷൻ കൂടെ ഉണ്ട്. ഒരു മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ അതിന്റെ മെയിൻ ഡയഗണൽ എലമെന്റ്സ് എല്ലാം 0 ആയിരിക്കും. ഒരു സ്ക്വയർ മെട്രിക്സിന്റെ മെയിൻ ഡയഗണൽ എലമെന്റ് 0 ആണെങ്കിൽ അതെന്താകും? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ പ്രത്യേകതയാണ് മെയിൻ ഡയഗണൽ എലമെന്റ്സ് എല്ലാം എന്തായിരിക്കണം? 0 ആയിരിക്കണം. മറ്റൊരു കണ്ടീഷൻ, ഇഫ് എ ആൻഡ് ബി ആർ സിമെട്രിക് മെട്രിസസ് then ab plus ba is എന്താണ്? സിമെട്രിക്. ബട്ട് ab minus ba is എന്താണ്? സ്ക്യൂ സിമെട്രിക്. എയും ബിയും സിമെട്രിക് മെട്രിസസ് ആണെങ്കിൽ ab plus ba സിമെട്രിക് ആയിരിക്കും, ab minus ba സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. ഈ റിസൾട്ടുകൾ ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ, നേരത്തെ സൂചിപ്പിച്ചതാണ്. ഓൾ ദ ഡയഗണൽ എലമെന്റ്സ് ഓഫ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആർ എന്താണ്? 0. നെക്സ്റ്റ്, ട്രാൻസ്പോസിന്റെ പ്രോപ്പർട്ടീസ്. എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്താണ്? എ. ab the whole transpose equal to
ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്, റിവേഴ്സൽ ലോ ഓഫ് ട്രാൻസ്പോസസ് എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് കെ ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ, ഒരു സ്കേലാർ ആണെങ്കിൽ കെ ഇൻറ്റു എ ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു കെ ഇൻറ്റു എ ട്രാൻസ്പോസ്. ഇപ്പൊ 2a ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എ ട്രാൻസ്പോസിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇതാണ് ട്രാൻസ്പോസിന്റെ പ്രോപ്പർട്ടീസിൽ നമ്മൾ നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കേണ്ടത്. സോ ഇത്രയുമാണ് മെട്രിസസ് എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് കീ പോയിന്റ്സ്. ഫോർമുലാസ് ഒന്നും ഇവിടെ കാണാതെ പഠിക്കാനില്ല. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടെയാണ് മെട്രിസസ്. 7 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു 3 മാർക്സിന്റെ ക്വസ്റ്റ്യനും മറ്റൊരു 4 മാർക്സിന്റെ ക്വസ്റ്റ്യനും. നെക്സ്റ്റ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, വെരി വെരി ഇമ്പോർട്ടന്റ് 1. എക്സ്പ്രസ് ദ മെട്രിക്സ് A equal to matrix 3, 5, 1, -1 as the sum of a symmetric and skew symmetric matrices. ഇവിടെ ഞാൻ ഒരു 2/2 മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. ചിലപ്പോൾ എക്സാമിനേഷന് ഒരു 3/3 മെട്രിക്സ് ആയിരിക്കും ചോദിക്കുന്നത്. രണ്ടും ചെയ്യുന്നത് ഒരേ രീതിയിലാണ്. അതിന്റെ വർക്കിംഗ് റൂൾ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ 4 മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. എന്താണ് ക്വസ്റ്റ്യൻ? തന്നിട്ടുള്ള മെട്രിക്സിനെ 2 മെട്രിക്സിന്റെ സമ്മാക്കി എഴുതുക. അതിൽ ഫസ്റ്റ് വൺ സിമെട്രിക് ആയിരിക്കണം, സെക്കൻഡ് വൺ എന്തായിരിക്കണം? സ്ക്യൂ സിമെട്രിക്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് തന്നിട്ടുള്ള മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എഴുതുക. എന്താണ് ട്രാൻസ്പോസ്? കോളവും റോയും ഇന്റർചേഞ്ച് ചെയ്യുക. എളുപ്പത്തിന് വേണ്ടി നമ്മൾ പറയും ഈ കുത്തനെ ഇരിക്കുന്നത് അത് ചരിച്ചെഴുതുക. ഫസ്റ്റ് കോളം ഫസ്റ്റ് റോ ആക്കി എഴുതുക. അപ്പൊ എന്ത് വരും? 3, 1 ഫസ്റ്റ് റോയിൽ വരും, സെക്കൻഡ് റോയിൽ എന്ത് വരും? 5, -1. അതാണ് എ ട്രാൻസ്പോസ്. അപ്പൊ ആദ്യം എ എന്തായിരുന്നു? 3, 5, 1, -1 എങ്കിൽ എ ട്രാൻസ്പോസ് എന്താണ് ഞാൻ സൂചിപ്പിച്ചത്? കോളം ഫസ്റ്റ് കോളത്തിന് റോ ആക്കി എഴുതുക 3, 1, സെക്കൻഡ് കോളത്തിന് സെക്കൻഡ് റോ ആക്കി എഴുതുക 5, -1 വിച്ച് ഈസ് ട്രാൻസ്പോസ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, കുത്തനെ ഇരിക്കുന്നതിനെ ചരിച്ചെഴുതുമ്പോൾ കിട്ടുന്നതാണ് ട്രാൻസ്പോസ്. ഈ കുത്തനെ ഇരിക്കുന്നതിനെ ചരിച്ചെഴുതി, കുത്തനെ ഇരിക്കുന്നതിനെ ചരിച്ചെഴുതി, അല്ലെ? നാടൻ ലാംഗ്വേജ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യുന്നു ലെറ്റ് P equal to half into A plus A transpose. ഇത് ഓർത്തിരിക്കണം. P equal to എന്തെടുക്കുക? half into A plus transpose, half into A plus A transpose. ഈ രണ്ട് മെട്രിക്സും തമ്മിൽ ആഡ് ചെയ്യുക. കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യുക. 3 + 3 എന്താണ്? 6. 5 + 1 6. അടുത്ത 1 + 5 that is also 6. -1 + -1 ഒരേ സൈൻ കൂട്ടിയിട്ട് അതേ സൈൻ -2. രണ്ട് മെട്രിക്സ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? ഒരേ പൊസിഷനിൽ ഇരിക്കുന്ന കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്ത് എഴുതിയാൽ മതി. 3 + 3 6. കണ്ടോ? 5 + 1 6 നിങ്ങൾക്കറിയാം. സോ P എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടി. ഈ മെട്രിക്സിന്റെ പ്രത്യേകത എന്താണ്? ഫസ്റ്റ് റോ നോക്കുക. ഫസ്റ്റ് റോ എന്താണ്? 6, 6. ഫസ്റ്റ് കോളം എന്താണ്? 6, 6. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും ഈക്വൽ ആണെങ്കിൽ ആ മെട്രിക്സ് സിമെട്രിക് ആയിരിക്കും. കാരണം ഇതിന്റെ ട്രാൻസ്പോസ് എടുത്താൽ എന്ത് തന്നെ കിട്ടും? ഈ മെട്രിക്സ് തന്നെ കിട്ടും. ഷോർട്ട് കട്ടാണ്. ഫസ്റ്റ് കോളവും ഫസ്റ്റ് റോയും ഈക്വൽ ആണെങ്കിൽ ആ മെട്രിക്സ് എന്തായിരിക്കും? സിമെട്രിക് ആയിരിക്കും. സോ ക്ലിയർലി നമുക്ക് മനസ്സിലായി P ട്രാൻസ്പോസ് ഈക്വൽ ടു P. ഈ P എന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്താൽ എന്ത് തന്നെ കിട്ടും? P തന്നെ കിട്ടും. Therefore P is symmetric. ക്ലിയർലി P is symmetric എന്ന് എഴുതിയാലും മതി, മാർക്ക് കിട്ടും. നെക്സ്റ്റ് ആദ്യം P equal to half into A plus A transpose എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. നെക്സ്റ്റ് ലെറ്റ് Q equal to half into A minus A transpose. അത് ഓർത്തിരിക്കണം. half into A minus A transpose എന്താണ്? ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. കറസ്പോണ്ടിങ് എലമെന്റ് സബ്ട്രാക്ട് ചെയ്താൽ മതി. 3 - 3 എന്താണ്? 0. അടുത്ത് 5 - 1 എന്താണ്? 4. അപ്പൊ ഫസ്റ്റ് റോ എന്തൊക്കെ കിട്ടി? 0യും 4. സിമിലർലി സെക്കൻഡ് റോയിൽ എലമെന്റ്സ് കിട്ടാൻ നിങ്ങൾക്കറിയാം. 1 - 5 എന്താണ്? -4. -1 സബ്ട്രാക്ട് ചെയ്താൽ 0. അപ്പോൾ എന്ത് കിട്ടി? -4 0 എന്ന് കിട്ടി. അപ്പൊ Q എന്ന് പറയുന്ന മെട്രിക്സിന്റെ പ്രത്യേകത എന്താണ്? മെയിൻ ഡയഗണൽ എലമെന്റ് 0. ഇവിടെ വരുന്ന എലമെന്റിന്റെ ഓപ്പോസിറ്റ് സൈൻ ആണ് ഇവിടെ വരുന്നതെങ്കിൽ ഈ മെട്രിക്സ് എന്തായിരിക്കും? സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. മെയിൻ ഡയഗണൽ 0, ഇവ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ ആ മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. കണ്ടീഷൻ എഴുതാം. ക്ലിയർലി Q ട്രാൻസ്പോസ് ഈക്വൽ ടു -Q. Therefore Q is skew symmetric. Now P plus Q. P എന്ന മെട്രിക്സ് തൊട്ട് മേളിൽ നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. എന്താണ്? ഈ മെട്രിക്സ് Q ഇതാണ്. രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക. ഈ മെട്രിക്സും ആഡ് ചെയ്യണം. ഇവിടെയും 1/2 ഇവിടെയും 1/2 അത് കോമൺ ആയിട്ട് എഴുതി. നെക്സ്റ്റ് ഈ രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യണം. 6ഉം 0യും ആഡ് ചെയ്താൽ 6. 6 + 4 എന്ത് കിട്ടി? 10. 6ഉം 4 -4ഉം ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 2. അടുത്ത് -2 0 ആഡ് ചെയ്താൽ -2.
പുറത്തെന്തുണ്ട് 1/2 ഉണ്ട്. ഈ 1/2 കൊണ്ട് ഓരോ എലമെന്റിനെയും മൾട്ടിപ്ലൈ ചെയ്യുക, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. അതായത് ഓരോ എലമെന്റിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6/2 3, 10/2 5, 2/2 1, -2/2 -1. ഈ 3 5 1 -1 എന്ന് പറയുന്നത് എന്തായിരിക്കണം? എ എന്ന മെട്രിക്സ് തന്നെ കിട്ടണം. അല്ല എങ്കിൽ നിങ്ങൾ ചെയ്ത സിംപ്ലിഫിക്കേഷൻ തെറ്റി എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. നമ്മുടെ എ എന്താണ്? 3 5 1 -1 അതാണ് കിട്ടേണ്ടത്. ഇപ്പൊ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? എ എന്ന മെട്രിക്സിനെ 2 മെട്രിക്സിന്റെ സം ആക്കി എഴുതി, P + Q, where P is symmetric and Q is എന്താണ്? Skew symmetric. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ് ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ, മസ്റ്റ് ആയിട്ട് പഠിക്കുക. ഇത് 2/2, സിമിലർലി 3/3 മെട്രിസസ് ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കണം. നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. ഇഫ് എ ഈക്വൽ ടു 3 - 2 4 - 2 then find k if a square equal to ka - 2i. ഒരു മെട്രിക്സ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ മെട്രിക്സ് ഇക്വേഷൻ ട്രൂ ആകണമെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കെ? അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് എസ് സ്ക്വയർ. എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഇൻറ്റു എ. എ എന്ന മെട്രിക്സ് 2 പ്രാവശ്യം എടുത്തെഴുതുക, അല്ലാതെ ഓരോ എലമെന്റിനെയും സ്ക്വയർ ചെയ്ത് എഴുതുക അല്ല. നോട്ട് ദ പോയിന്റ്. പല കുട്ടികളും തെറ്റിക്കുന്നതാണ്. എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിലെ ഓരോ എലമെന്റിനെ സ്ക്വയർ ചെയ്ത് എഴുതും, അത് തെറ്റ്. എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഇൻറ്റു എ. എ എന്ന മെട്രിക്സ് 2 പ്രാവശ്യം എഴുതി മൾട്ടിപ്ലൈ ചെയ്യണം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് റിവിഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ റിവിഷൻ ക്ലാസ് കാണുക. എങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ? ഫസ്റ്റ് ഒന്നാമത്തെ മെട്രിക്സിലെ ഫസ്റ്റ് റോയും രണ്ടാമത്തെ മെട്രിക്സിലെ ഫസ്റ്റ് കോളവും കൺസിഡർ ചെയ്യുക. ഈ റോയും ഈ ഫസ്റ്റ് കോളവും മൾട്ടിപ്ലൈ ആഡ് ചെയ്യുക. 3 × 3 എന്താണ്? 9. അടുത്തതാണ് ഈ -2 × 4 ദാറ്റ് ഈസ് -8. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും മൾട്ടിപ്ലൈ ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് കിട്ടും. അടുത്ത ഈ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും ഓപ്പറേറ്റ് ചെയ്യുക. 3 × -2 എന്താണ്? -6. -2 × -2 +4. ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും സിംപ്ലിഫൈ ചെയ്ത് ഇവിടെ എഴുതുക. നെക്സ്റ്റ് ഫസ്റ്റ് റോയും തേർഡ് കോളം ഉണ്ടോ? ഇല്ല, പരിപാടി കഴിഞ്ഞു. നെക്സ്റ്റ് സെക്കൻഡ് റോ ബേസ് ചെയ്യുക. സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും 4 × 3 എന്താണ്? 12. നെക്സ്റ്റ് -2 × 4 എന്താണ്? -8. നെക്സ്റ്റ് എന്തായിരിക്കും? ഈ സെക്കൻഡ് റോയും ഇതിലത്തെ സെക്കൻഡ് കോളവും. ഇപ്പൊ 4 × -2 -8, -2 × -2 ദാറ്റ് ഈസ് +4. ഇനി നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ 9 - 8 1. ഇതെന്ത് കിട്ടും? -2. 12 - 8 4. -8 + 4 എന്താണ്? -4. എന്താണ്? ഒന്നാമത്തെ മെട്രിക്സിലെ റോ യൂസ് ചെയ്യുക, രണ്ടാമത്തെ മെട്രിക്സിലെ കോളംസ് യൂസ് ചെയ്യുക. അങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. സോ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? എസ് സ്ക്വയർ കിട്ടിക്കഴിഞ്ഞു. നൗ ഗിവൺ ഇക്വേഷൻ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇക്വേഷൻ എടുത്തെഴുതുക. എസ് സ്ക്വയർ ഈക്വൽ ടു ka - 2i. ഈ -2i ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ എസ് സ്ക്വയർ + 2i ഈക്വൽ ടു ka. എസ് സ്ക്വയർ ഓൾറെഡി നമ്മൾ കണ്ടെത്തി വെച്ചു. ആ മെട്രിക്സ് അതുപോലെ റീപ്ലേസ് ചെയ്യുക. വാട്ട് ഈസ് 2i? ഐ മീൻസ് ഐഡന്റിറ്റി മെട്രിക്സ് 1 0 0 1. അതിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? 2 0 0 2 എന്ന് കിട്ടും അല്ലെ? ഇനി ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് ka. എ എന്ന മെട്രിക്സിലെ ഓരോ എലമെന്റിനെയും k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 3k. ഇവിടെ എന്ത് കിട്ടും? -2k. ഇതെന്തായി മാറും? 4k. ഇത് -2k. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ka എന്ന് പറഞ്ഞാൽ എ എന്ന മെട്രിക്സിലെ ഓരോ എലമെന്റിനെയും k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ ഈ 2 മെട്രിക്സും ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 + 2 ദാറ്റ് ഈസ് 3. -2 0 -2 4ഉം 0യും ആഡ് ചെയ്താൽ 4, -4ഉം 2ഉം ആഡ് ചെയ്താൽ -2 ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് അതുപോലെ എഴുതുക. ഇപ്പോൾ ഈ മെട്രിക്സും എന്താണ്? ഈക്വൽ. 2 മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ 3 ഈക്വൽ ടു എന്തെഴുതാം? 3k. അപ്പൊ 3k ഈക്വൽ ടു 3, k ഈക്വൽ ടു എന്ത് കിട്ടി? 1. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. അത് യൂസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കും. ഞാൻ ഇവിടെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പരിചയപ്പെടുത്തി എന്ന് മാത്രം. നെക്സ്റ്റ് വൺ, അനദർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് വാല്യൂസ് ഓഫ് x, y, z and w if 3 into matrix x, y, z, w equal to matrix x6 -1 2w plus matrix 4 x plus y z plus w 3. വീണ്ടും ഒരു മെട്രിക്സ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇത് സിംപ്ലിഫൈ ചെയ്ത് x, y, z, w ഇവയുടെ വാല്യൂസ് കണ്ടെത്തുക. ഓക്കെ, അതിനുവേണ്ടി ആ മെട്രിക്സ് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എന്തായിരുന്നു ക്വസ്റ്റ്യൻ നോക്കിക്കോ. ആ മെട്രിക്സ് ഇക്വേഷൻ നിങ്ങൾ ഒരിക്കൽ കൂടെ എടുത്തെഴുതിയതിനു ശേഷം ഇവിടെ നോക്കിക്കോ, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ 3 into this മെട്രിക്സ്. ഓരോ എലമെന്റിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ എന്ത് കിട്ടും? 3x 3y
3z 3w ഈക്വൽ ടു ഇതും ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യുക. ഫസ്റ്റ് എലമെന്റ് എന്തായിരിക്കും? x പ്ലസ് 4. അടുത്ത എലമെന്റ് എന്തായിരിക്കും? x പ്ലസ് y പ്ലസ് 6. അടുത്ത എന്തായിരിക്കും? താഴെ -1 പ്ലസ് z പ്ലസ് w. അടുത്ത ഈ ഫോർത്ത് എലമെന്റ് എന്തായിരിക്കും? 2w പ്ലസ് 3. അത് ആഡ് ചെയ്താണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി ഈ മെട്രിക്സും ഈക്വൽ. കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇക്വേറ്റ് ചെയ്യാം. 3x ഈക്വൽ ടു x പ്ലസ് 4. 3x മൈനസ് x 2x ഈക്വൽ ടു 4. x ഈക്വൽ ടു 4/2 എന്ത് കിട്ടി? 2. അടുത്ത 3y ഈക്വൽ ടു ദിസ് വൺ x പ്ലസ് y പ്ലസ് 6. കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇക്വേറ്റ് ചെയ്യുക. 3y ഈക്വൽ ടു x2 ആണല്ലോ, അപ്പൊ 2 പ്ലസ് 6 8. ഈ പ്ലസ് y ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് y. 3y എന്ന് y വരയ്ക്കുമ്പോൾ 2y ഈക്വൽ ടു 8. y ഈക്വൽ ടു 4. നെക്സ്റ്റ് 3 ഇത് ഇക്വേറ്റ് ചെയ്യുക. 3w ഈക്വൽ ടു എന്താണ്? ദിസ് വൺ 2w പ്ലസ് 3. അപ്പൊ w ഈക്വൽ ടു എന്ത് കിട്ടി? 3. നെക്സ്റ്റ് 3z ഈക്വൽ ടു ദിസ് വൺ -1 പ്ലസ് z പ്ലസ് w ഇക്വേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം z ലെഫ്റ്റ് സൈഡിലുള്ള 2z, w ന്റെ വാല്യൂ 3 ആണ്. 3 - 1 2 ക്യാൻസൽ ചെയ്താൽ z ഈക്വൽ ടു എന്താണ്? 1. സിംപ്ലിഫിക്കേഷൻ ആണ്, നിങ്ങൾക്ക് ചെയ്തു നോക്കാം. നെക്സ്റ്റ് വൺ വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോലെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ. കൺസ്ട്രക്ട് എ 2/3 മെട്രിക്സ് ഹൂസ് എലമെന്റ്സ് ആർ ഗിവൺ ബൈ aij ഈക്വൽ ടു 2i മൈനസ് j. കൺസ്ട്രക്ട് എ 2/3 മെട്രിക്സ്. എന്താണ് 2/3 എന്ന് പറഞ്ഞാൽ? 2 റോയും 3 കോളവുമുള്ള ഒരു മെട്രിക്സ് ഫോം ചെയ്യണം. ആ മെട്രിക്സിനകത്തുള്ള എലമെന്റ്സ് ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ 2/3 മെട്രിക്സിന്റെ മോഡൽ ഫോം നമ്മൾ എഴുതണം. അപ്പൊ 2/3 മെട്രിക്സ് 2 റോയും 3 കോളവും. ഒന്നാമത്തെ മെട്രിക്സിലെ ഒന്നാമത്തെ എലമെന്റ് എങ്ങനെയായിരിക്കും? a11 ഒന്നാമത്തെ റോ ഒന്നാമത്തെ കോളം. അടുത്ത എലമെന്റ് എന്തായിരിക്കും? a12 ഒന്നാമത്തെ റോയിൽ രണ്ടാമതിരിക്കുന്നത്. അടുത്ത a13 ഒന്നാമത്തെ റോയിൽ മൂന്നാമതിരിക്കുന്നത്. നമുക്ക് 3 കോളം മതി, അപ്പൊ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. നെക്സ്റ്റ് ഈ എലമെന്റിന്റെ പൊസിഷൻ എന്താണ്? സെക്കൻഡ് റോയിൽ ഫസ്റ്റ് കോളം 2 1. ഇതെന്താണ്? സെക്കൻഡ് റോയിൽ രണ്ടാമത് 2 2. സെക്കൻഡ് റോയിൽ തേർഡ് പൊസിഷൻ 2 3. നമുക്ക് എന്താണ് വേണ്ടത്? ഒരു 2/3 മെട്രിക്സ് 2 3. അപ്പൊ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് 2/2 ആണെങ്കിൽ എത്ര മതി? ഈ 4 എലമെന്റ് മാത്രം മതി. ഇനി 3/3 ആണെങ്കിൽ ഒരു റോ ഇവിടെ ഇടണം. a31 a32 a33. ഏത് മെട്രിക്സ് ആണോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ച് ഒരു മോഡൽ മെട്രിക്സ് എഴുതുക. ഇവിടെ 2/3 ആയതുകൊണ്ട് ഇത് മതി. ഇനി ഈ എലമെന്റ്സിന്റെ പ്രത്യേകത എന്തായിരുന്നു? aij ഈക്വൽ ടു 2i മൈനസ് j. അതായത് ഈ 2i മൈനസ് j എന്ന് പറയുന്ന ഈ ഫോർമുലയിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഐക്കും ജെക്കും വാല്യൂസ് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് മെട്രിക്സ് കിട്ടും. അപ്പൊ ആദ്യം a11 എന്ന് പറഞ്ഞാൽ ഐക്ക് 1 കൊടുക്കുക, ജെക്ക് 1 കൊടുക്കുക. അപ്പൊ 2i 2 മൈനസ് j എന്ന് പറഞ്ഞാൽ 1 ആണല്ലോ. ഐക്ക് 1 ജെക്ക് 1 എടുക്കുക. അപ്പൊ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 കിട്ടി. a12 ഐക്ക് 1 ജെക്ക് 2 2 മൈനസ് 2 0 എന്ന് കിട്ടും. a13 ഐക്ക് 1 ജെക്ക് 3. അപ്പൊ 2 × 1 2 മൈനസ് j എന്ന് പറഞ്ഞാൽ 3. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മൈനസ് ആണ്. അടുത്ത a21 ഐക്ക് 2 ജെക്ക് 1. അപ്പോൾ 2 × 2 4 മൈനസ് 1 ദാറ്റ് ഈസ് 3. a22 ഐക്ക് 2 ജെക്കും 2 2i മൈനസ് j. അതാണ് ഫോർമുല കേട്ടോ. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. a23 നമ്മുടെ ഫോർമുല 2i മൈനസ് j 2 × 2 4 മൈനസ് 3 1 എന്ന് കിട്ടും. ഈ കിട്ടിയ വാല്യൂസ് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുക. 1 0 മൈനസ് 1 ഫസ്റ്റ് റോ, 3 2 1 സെക്കൻഡ് റോ, വിച്ച് ഈസ് ദ റിക്വയർഡ് മെട്രിക്സ്. വെരി ഇമ്പോർട്ടന്റ് വൺ. മസ്റ്റ് ആയിട്ട് ചെയ്ത് മനസ്സിലാക്കുക, പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. ഫൈൻഡ് x and y if x plus y equal to this one and x minus y equal to this one. x plus y ഒരു മെട്രിക്സ് ആണ്, x minus y മറ്റൊരു മെട്രിക്സ് ആണ്. We have to find matrix x and matrix y. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അതുപോലെ എഴുതുക. x plus y equal to this matrix, ഇക്വേഷൻ നമ്പർ 1. x minus y equal to this matrix, ഇക്വേഷൻ നമ്പർ 2. 1ഉം 2ഉം തമ്മിൽ ആഡ് ചെയ്യുക. അപ്പൊ ലെഫ്റ്റ് സൈഡ് xും xും ആഡ് ചെയ്താൽ 2x, yയും മൈനസ് yയും ആഡ് ചെയ്താൽ 0. അങ്ങനെ ലെഫ്റ്റ് സൈഡ് 2x മാത്രം. റൈറ്റ് ഹാൻഡ് സൈഡ് എങ്ങനെയാണ് കിട്ടുന്നത്? ഈ മെട്രിക്സും ആഡ് ചെയ്യുക. 7ഉം 3ഉം ആഡ് ചെയ്താൽ 10, 0യും 0യും ആഡ് ചെയ്താൽ 0, 2ഉം 0യും ആഡ് ചെയ്താൽ 2, 5ഉം 3ഉം ആഡ് ചെയ്താൽ 8. നെക്സ്റ്റ് ഇത് 2x ആണ്. അപ്പൊ x എന്ന് പറഞ്ഞാൽ ഈ 2 റൈറ്റ് സൈഡിൽ വരുമ്പോൾ 1/2. ഓരോ എലമെന്റിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 5 0 മൈനസ് 1 സോറി ഇത് 2 ആണ്. 2/1 2/2 1. അടുത്ത 8/2 എന്ത് കിട്ടി? 4. അപ്പൊ x കിട്ടി കഴിഞ്ഞു. നെക്സ്റ്റ് ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. 1 മൈനസ് 2. അപ്പൊ ഇത് സബ്ട്രാക്ട് ചെയ്യുക. ലെഫ്റ്റ് സൈഡ് x മൈനസ് x ക്യാൻസൽ ചെയ്ത് പോയി. y മൈനസ് y y പ്ലസ് y ദാറ്റ് ഈസ് 2y. ഇനി ഇവ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. കറസ്പോണ്ടിങ് എലമെന്റ് സബ്ട്രാക്ട് ചെയ്യുക. 7 മൈനസ് 3 4, 0 മൈനസ് 0 0, 2 മൈനസ് 0 2.
നെക്സ്റ്റ് 5 മൈനസ് 3 2. 2y ആണ് ഇപ്പൊ കിട്ടിയത്. അപ്പോൾ y കാണാൻ എന്ത് ചെയ്യണം? ഓരോ എലമെന്റിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 0 1 1 എന്ന് കിട്ടും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, എങ്കിലും മൾട്ടിപ്ലിക്കേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഈ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയെന്ന് മാത്രം. ചോദിക്കാൻ സാധ്യത ഏറ്റവും കുറഞ്ഞ ഒരു പ്രോബ്ലം ആണ് ഈ ഷുവർ ക്വസ്റ്റ്യൻസിൽ. A equal to column matrix -2 4 5, B equal to row matrix 1 3 -6. Verify that AB the whole transpose equal to B transpose into A transpose. അപ്പോൾ ഈ റിസൾട്ട് വെരിഫൈ ചെയ്യാൻ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് എ ബി. എ എന്ന മെട്രിക്സും ബി എന്ന മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്യണം. ഇതും മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ? ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ എലിമെന്റ് കിട്ടും. -2 × 1 -2. ഫസ്റ്റ് റോയും രണ്ടാമത്തെ കോളം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അടുത്ത എലിമെന്റ് -6. അടുത്ത് ഇതും -6 മൾട്ടിപ്ലൈ ചെയ്താൽ +12 കിട്ടി. സിമിലർലി സെക്കൻഡ് റോയും ഫസ്റ്റ് കോളം 4. അടുത്ത 4 × 3 12. അടുത്ത 4 × -6 -24. 5 × 1 5. 5 × 3 15. 5 × -6 -30. അല്ലേ? ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എലിമെന്റ് കിട്ടും. അത്രേ ഉള്ളൂ. ഇപ്പൊ എ ബി കിട്ടി. അടുത്ത എ ബി ദ ഹോൾ ട്രാൻസ്പോസ്, കുത്തനെ ഇരിക്കുന്നതിനെ ചരിച്ചെഴുതുക. ഫസ്റ്റ് കോളം റോയാക്കി എഴുതുക. -2 4 5. കണ്ടോ? അടുത്തത് കോളം സെക്കൻഡ് റോയായി, തേർഡ് കോളം തേർഡ് റോയായി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? LHS. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് കാണാൻ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ബി എന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എഴുതുമ്പോൾ ഇത് കിട്ടും. എ എന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എഴുതുമ്പോൾ ഇത് കിട്ടും. ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? മേളിൽ കിട്ടിയ സംഗതി കിട്ടണം. ഹെൻസ് ദ റിസൾട്ട് ഈസ് വെരിഫൈഡ് എന്ന് എഴുതാം. മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇത് വളരെ സിമ്പിൾ ആണല്ലോ. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളും -2 അതാണ് ഇവിടെ കിട്ടുന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. ഇഫ് ഓർഡർ ഓഫ് എ 2/3, ഓർഡർ ഓഫ് ബി 3/2, then ഓർഡർ ഓഫ് എ ബി. നമ്മൾ കീ പോയിന്റ്സ് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചു. ഓർഡർ ഓഫ് എ ബി എങ്ങനെ കാണും? ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. എന്താണ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്? 2/2. ആൻസർ ഈസ് 2/2. ഓക്കെ, നെക്സ്റ്റ് വൺ. If A and B are symmetric matrices, then AB minus BA is a skew symmetric matrix. AB plus ആണെങ്കിൽ അത് സിമെട്രിക് ആയിരിക്കും. AB minus BA ആണെങ്കിൽ എന്തായിരിക്കും? സ്ക്യൂ സിമെട്രിക്. Finally, the last question. A equal to matrix 1 2 3 4. Then find S square. S square എന്ന് പറഞ്ഞാൽ A into A. 1 2 3 4. വീണ്ടും 1 2 3 4. എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ? ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ എലമെന്റ് 1 × 1 1. അടുത്ത് 2 × 3 6. ഫസ്റ്റ് എലമെന്റ് കിട്ടി. അടുത്ത ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും 1 × 2 2. അടുത്ത് 2 × 4 8. നെക്സ്റ്റ് സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എലമെന്റ് കിട്ടും. 3 × 1 3. 4 × 3 12. സിമിലർലി ഇതും ഈ സെക്കൻഡ് കോളം ഓപ്പറേറ്റ് ചെയ്യുക. 3 × 2 6. 4 × 4 16. ആഡ് ചെയ്യുമ്പോൾ 7. അടുത്തത് 10. അടുത്തത് 15. താഴെ എന്താണ്? 22, which is S square. പലപ്പോഴും S square കാണാൻ ചോദിച്ചിട്ടുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. സാധാരണ +2 സിലബസ് പഠിക്കുമ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്ററാണ് മെട്രിസസ്. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ഈസി ആയിട്ട് മാർക്ക് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. കാരണം ന്യൂമറിക്കൽ കാൽക്കുലേഷൻസ് മിസ്റ്റേക്ക് വന്നാൽ മാർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എക്സാമിനേഷന് കെയർഫുൾ ആയിട്ട് ഇതിലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. മസ്റ്റായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ റിവിഷൻ ക്ലാസ്, വീഡിയോ ക്ലാസ് കണ്ടാൽ മതി. എല്ലാ കാര്യങ്ങളും മനസ്സിലാകും. എക്സാമിനേഷന് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന 7 മാർക്സും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. Wait for the next class. Till then, bye bye.